എന്താ പുതിയ കാലത്ത് പോലും വാർത്തകൾ വായിക്കുന്നവർ ഈ ഇത്രമേൽ ആധുനികത വന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൂടി പിടിച്ച് നടന്നാൽ അത് കാണാനുള്ള ഒരു പ്രത്യേകമായ ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് പലരും എതിർവാദമായി ഉന്നയിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോയതാണ്. ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസിലേക്ക് നമുക്ക് പോകാം. 95% സ്ത്രീകളും ഏതെങ്കിലും രീതിയിൽ സെക്സ്വൽ ഹറാസ്മെന്റിന് വിധേയരാണ്. ആധികാരികമായ കണക്ക് 99%-ലേറെ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്സ്വൽ ഹറാസ്മെന്റിന് വിധേയരാണ്. മൂടി പിടിച്ചാണോ നടക്കുന്നത്? അല്ലല്ല, ശരീരത്തിന്റെ ഏകദേശ ഭാഗം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ശരീരത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അമേരിക്കയുടെ കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4,80,00,000 ജാരസന്താനങ്ങളുണ്ട് ആ നാട്ടിൽ. 4,80,00,000 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജാരസന്താനങ്ങളുണ്ട്. വ്യഭിചാര കുട്ടികളുണ്ട്. എങ്ങനെ വ്യഭിചാര കുട്ടികൾ ഇത്രമേലുണ്ടാകുന്നത്? സുലഭമായി വ്യഭിചാരം നടന്നിട്ട് എല്ലാവരും പുറത്തിട്ട് നടക്കാണോ? അല്ല. കണ്ണ് മാത്രം പുറത്ത് കാണാണോ? അല്ല. ഇപ്പോൾ പോലും ചില ചാനൽ ചർച്ചകളിൽ വർഗീയത ബാധിച്ച് ഇസ്ലാമോഫോബിയ ശക്തമായി സിരകളിൽ ഓടുന്ന ചില ആളുകളൊക്കെ പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് തൃപ്തിയാവണമെങ്കിൽ സുംബ ഡാൻസ് പർദ്ദട്ട് കളിപ്പിച്ചാൽ മതി എന്നാണ്. പർദ്ദ തന്നെ വേണമെന്ന് മതം നിഷ്കർഷിക്കുന്നേ ഇല്ല. സുംബ ഡാൻസിൽ പർദ്ദയിടുന്നതോടുകൂടെ നിസ്കാരക്കുപ്പ ഇടുന്നതോടുകൂടെ അതിന്റെ എല്ലാ പ്രശ്നം തീർന്നു എന്നും ഒരു മതസംഘടനയും പറയില്ല. അഴിച്ചിട്ട് നടക്കുന്നവരെ യൂറോപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 4,80,00,000 എന്ന് പറഞ്ഞാൽ 10-40 കോടി ജനങ്ങളുള്ള നാട്ടിൽ എത്രമേൽ വർധനമാണെന്ന് ആലോചിച്ചു. അഴിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ പാട്ടുപാടുക. ഔദ്യോഗികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി ഘടകങ്ങൾ പുറത്തിറക്കുന്ന ക്യാമ്പസ് മാഗസിനുകളിൽ എന്തിനാ പെണ്ണെ നിന്റെ ശരീരത്തെ ഈ കരുത്ത ചാക്ക് മൂടി നടക്കുന്നത് എന്ന് ചോദിക്കുക. വൃത്തികെട്ട പാട്ടുകൾ ഈ സാഹസിൽ ഉദ്ധരിക്കാൻ പറ്റൂല. പുരുഷലിംഗത്തെ കുറിച്ച് പറയാം, അത് നിങ്ങൾക്ക് കിട്ടാനല്ലോ എന്ന് പറയാം. വൃത്തികെട്ട വരികൾ. നീ എന്ത് ചെയ്യണം? ഈ കരിമ്പടം ഊരി കളയണം. ഇതേ ഉദ്ധരിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ റെഡിയായിട്ട് കാത്തിരിക്കണമെന്നാണ് ആ കവി പറയാതെ പറയുന്നത്. അപ്പോ ജനങ്ങൾ കൂടുന്നിടത്ത് സ്ത്രീകളെ നോക്കുന്നിടത്ത് പുരുഷന്മാരും പക്വത കാണിക്കാത്ത കാലം ഈ പീഡനം സഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വാർത്ത വായിക്കേണ്ടി വരിക തന്നെ ചെയ്യും. സ്വയസിന്റെ നേതാവല്ലല്ലോ പണ്ട് പറഞ്ഞത്. പ്രായോഗിക ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ പരിഗണിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി നായനാരാണ് പറഞ്ഞത് സ്ത്രീയുള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? മതതീവ്രവാദമോ? അതോ 6-ാം നൂറ്റാണ്ടെന്നോ? പ്രായോഗികമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണത്. അദ്ദേഹം പറഞ്ഞു സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീയായിട്ട് നടക്കാത്തിടത്ത് സ്ത്രീ പീഡനം നടക്കും. അന്ന് കുറെ സ്ത്രീ പീഡനങ്ങൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോ പത്രസമ്മേളനം നടത്തി നായനാർ പറഞ്ഞതാണ് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? തിരുത്താൻ പോലും പാടില്ലെന്ന്, അഭിപ്രായം പറയാൻ പാടില്ലെന്ന്. അപ്പോഴേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറേണ്ടി വരും.